ശബരിമലയിൽ ഓർക്കിഡ് പുഷ്പാലങ്കാരം പാടില്ലെന്ന് ഹൈക്കോടതി. ട്രക്കിംഗ് പാതയിൽ ഭക്തർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. ഡ്യൂട്ടി മജിസ്ട്രേറ്റ്, ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ എന്നിവർക്ക് നിർദ്ദേശം നൽകി. അപ്പം അരവണ വിഷയത്തിൽ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയെ ഹൈക്കോടതി സ്വമേധയാ കക്ഷി ചേർത്തു. ശബരിമല സന്നിധാനത്ത് ലിസ്റ്റിലുള്ള പുഷ്പങ്ങളല്ലാതെ ഓർക്കിഡ് പുഷ്പാലങ്കാരം അനുവദിക്കാനാകില്ലെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഓരോ ദിവസവും പുഷ്പങ്ങൾ മാറ്റണം, ആചാരപരമായ കാര്യങ്ങൾ പരിപാലിക്കേണ്ടതുണ്ടെന്നും ഓർക്കിഡ് അലങ്കാരം പാടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി വ്യക്തമാക്കി. അപ്പം അരവണ വിഷയത്തിൽ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയെ സ്വമേധയാ കക്ഷി ചേർത്ത ഹൈക്കോടതി വിഷയം ഡിസംബറിൽ വീണ്ടും പരിഗണിക്കാനായി മാറ്റി. അപ്പം അരവണ നിർമ്മാണത്തിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും കോടതി ഡിസംബറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനിടെ കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ വിറ്റ കടകൾക്ക് പിഴ ചുമത്തിയതായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ ഹൈക്കോടതി ഡ്യൂട്ടി മജിസ്ട്രേറ്റിനും ചീഫ് വിജിലൻസ് ഓഫീസർക്കും നിർദ്ദേശം നൽകി. പരമ്പരാഗത ട്രെക്കിംഗ് പാതയിൽ ഭക്തർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവിട്ടു. കഴിഞ്ഞ ദിവസം 77,026 പേർ ശബരിമലയിൽ ദർശനം നടത്തിയതായി ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി.